നമ്മളപ്പോ മഡ് ബാത്ത് ചെയ്യാൻ പോവാ കേട്ടോ. അതായത് മണ്ണ് വെച്ചിട്ട് ബോഡി മൊത്തം ഇത് കണ്ടോ, മറ്റേ എന്താ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടാണ്. ഈ പാട് മൊത്തം നമ്മള് മഡ് വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ആയുർവേദിക്കാർക്കൊക്കെ പ്രത്യേകിച്ച് അറിയണ്ടാവും, ഈ പാടും ഈ മുഖത്തെ ഡാർക്കിൻസ് ഒക്കെ പോവാന് മഡ് ബാത്ത് വെച്ചിട്ട് കുളിക്കുക എന്നൊക്കെ പറയും. നമ്മളിപ്പോ മഡ് ബാത്ത് വെച്ച് കുളിക്കാൻ പോവാണ്. ഇതാവണു സംഭവം സെറ്റ്. ഇതാ മണ്ണ് നമ്മുടെ സെറ്റാണ്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാട്ടോ. ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മള് മണ്ണൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കേട്ടാ, ഉണ്ടോ മണ്ണെല്ലാം തേച്ച് പിടിപ്പിച്ച്. പക്ഷെ ഇത് നമ്മളെ ഹീറ്റ് ബോഡി അങ്ങനെയുള്ളവർക്കും ഒക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ബോഡിയിൽ അലർജി, പിന്നെ ഈ ചിക്കൻ ബോക്സ് വന്ന പാട്, അതൊക്കെ പോവാന് ഏറ്റവും അടിപൊളിയാണ്. ഉണ്ടോ മണ്ണൊക്കെ ഏകദേശം ഉണങ്ങി തുടങ്ങുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരുന്നതായിരിക്കും. അപ്പൊ ഗൈസ് ഇതാ നമ്മുടെ മണ്ണ് അതായത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ, ഫുൾ ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇതിനായിട്ടുള്ള മണ്ണാണ് കേട്ടത്. അതായത് ഇതിനായിട്ടുള്ള മണ്ണാണ്, നമ്മുടെ സാധാ മണ്ണൊന്നും പറ്റില്ല, ഈ ട്രീറ്റ്മെന്റിനായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ ബാത്റൂമിൽ നിന്നൊക്കെ ചെയ്യാണ് ഏറ്റവും നല്ലത്. കാരണം തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബക്കറ്റും വെള്ളമൊക്കെ എടുത്ത് വെച്ചോളുള്ളൂ. കാരണം ചിലപ്പോൾ അച്ഛനും അമ്മയും നമ്മുടെ കയ്യും കാലൊക്കെ തല്ലി ഓടിച്ചുകൊണ്ട് വരും. കാരണം അത്രയും മണ്ണും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിട്ടാ, സംഭവം സെറ്റാണ്. നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ആണ്. അപ്പൊ എല്ലാരും ഒന്ന് ചെയ്ത് നോക്ക്, സംഭവം സെറ്റാണ്. മാക്സിമം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിട്ടാ.